ആലപ്പുഴ ജിംഖാന എന്ന ഖാലിദ് റഹ്മാൻ ചിത്രം നിറഞ്ഞ സദസ്സുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നു, സൂപ്പർ ഹിറ്റിലേക്ക് കുതിക്കുന്നു. അതിനിടയ്ക്ക് അതിലെ പ്രധാന നടനായിട്ടുള്ള നസ്ലിൻ ഗഫൂറുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നോക്കാം. ഈ നസ്ലിനൊപ്പം ഫോട്ടോ എടുക്കാൻ, സെൽഫി എടുക്കാൻ വേണ്ടി വന്ന ഒരു ആരാധകൻ്റെ കൈ ഇയാൾ ധിക്കാരത്തോടെ തട്ടി മാറ്റി, അല്ലെങ്കിൽ കൈ എടുക്കടാന്ന് പറഞ്ഞു, കൈ മാറ്റടാന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് ഇങ്ങനെ വൈറലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമ്മൾ ഈ വീഡിയോ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ ഘടാഘടീയനായിട്ടുള്ള ആരാധകൻ നസ്ലിൻ എന്ന അയാളെക്കാട്ടും ചെറിയ ഒരു കുറിയ മനുഷ്യനെ പിടിച്ച് വലിച്ചു നിർത്തിയിട്ടാണ് ഫോട്ടോ സെൽഫിക്ക് പോസ് ചെയ്യിപ്പിക്കുന്നത്, അല്ലേ? നിർബന്ധപൂർവ്വം അയാൾ നന്നായി കൈ അമർത്തി വെച്ചിട്ടാണ് നസ്ലിനെ പോകാൻ അനുവദിക്കാതെ, നസ്ലിൻ അങ്ങോട്ട് മുമ്പിലോട്ട് പോകാൻ ശ്രമിക്കുന്നതായിട്ടും അദ്ദേഹത്തിൻ്റെ പോക്കിനെ തന്നെ തടയിടുന്ന രീതിയിൽ ഇയാൾ ബലം പ്രയോഗിച്ച് നിർത്തുന്നതായിട്ട് നമുക്ക് ആ കയ്യിലെ ബലം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ യാഥാർത്ഥ്യം നസ്ലിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നിരിക്കെ എന്തുകൊണ്ടാണ് ഈ നസ്ലിനെ ഇങ്ങനെ കരിവാരി തേക്കാനും, അല്ലെങ്കിൽ അഹങ്കാരിയാണ്, താൻ തോന്നിയാണ്, ധിക്കാരിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ആലോചിക്കാൻ പോകുന്നത്. ആലോചിക്കാനൊന്നുമില്ല, മുന്നോട്ട് പോകുന്ന ആളുകളെ പുറകോട്ട് വലിക്കാൻ എല്ലാ മേഖലയിലും ആൾ കാണും, അല്ലേ? അത് സിനിമാ മേഖല എടുക്കുമ്പോൾ പുറകോട്ട് വലിക്കുന്ന ആളുകളുടെ എണ്ണം ഒരുപാട് കാണും. നസ്ലിനെ ഇഷ്ടമല്ലാത്ത ആളുകളുണ്ടാകും, മറ്റുള്ള താരങ്ങളുടെ ആരാധകരുണ്ടാകാം, അല്ലെങ്കിൽ മറ്റ് ഈ മതത്തിൻ്റെ പേരിൽ വരെ നമുക്ക് ഈ വർഗീയതയ്ക്ക് കളിക്കുന്ന ആളുകളുണ്ടാകും. നസ്ലിൻ ഗഫൂർ എന്ന മുസ്ലിം നാമധാരി ഇങ്ങനെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന നിലയിലേക്ക് കുതിക്കുമ്പോൾ അതിനെ പുറകോട്ട് വലിക്കുക എന്നുള്ളത് അവരുടെ ധാർമ്മികതയാണ്, അല്ലേ? അത് വിട്ടവർക്ക് കളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത്തരക്കാരും ഉണ്ടാവാം. മമ്മൂട്ടിയൊക്കെ കുറ്റം പറയുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. മമ്മൂട്ടി മുഹമ്മദ് കുട്ടി എന്നുള്ള പേരൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഈ വംശത്തിൻ്റെയും ജാതിയുടെയും പേരിലൊക്കെയുള്ള അവഹേളനങ്ങൾ കൂടി നിൽക്കുന്ന ഈ കാലത്ത് അത്തരം ഒരു സാഹചര്യം നമ്മൾ പരിഗണിക്കണം. അതല്ലാതെ ഈ സിനിമയിൽ നിന്നുള്ള കുത്തലുകളും കൂടെ നമ്മൾ നോക്കേണ്ടി വരും. അപ്പോൾ ഈ ചെറിയ കാലയളവിൽ തന്നെ ഈ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഡയറക്ടറായിട്ടുള്ള രാജമൗലി, ഇദ്ദേഹം വളർന്നു വരുന്നൊരു താരമാണെന്നും ഇദ്ദേഹം വലിയ ഉയരങ്ങളിലെത്തുമെന്നും ആശംസിച്ച ഈ നസ്ലിൻ ഗഫൂർ എന്ന കുട്ടിത്താരം 23-24 വയസ്സുകൊണ്ട് നേടിയെടുത്ത ഉയരങ്ങൾ ആർക്കും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അത്രയും ഉയരമാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇയാളോടുള്ള ശത്രുതയും അല്ലെങ്കിൽ അസൂയയും കൂടിയിട്ടുള്ള ആളുകളും അതിനനുസരിച്ച് തന്നെ കൂടി നിൽക്കുന്നത്. ഇനി വരാനിരിക്കുന്ന സിനിമകൾ കൂടെ കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് എങ്ങനെ ഇതൊക്കെ സഹിക്കും എന്ന് കണ്ടറിയണം ഈശ്വര എന്നേ പറയാനുള്ളൂ. പ്രേമലു 2 ആണ് അടുത്ത് വരാനിരിക്കുന്നത്. അത് കഴിഞ്ഞ് ദുൽഖറിൻ്റെ പ്രൊഡക്ഷനിലുള്ള ഒരു സിനിമ കല്യാണി പ്രിയദർശൻ നായിക എന്നൊരു സിനിമ വരാനിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് സിനിമ ചെയ്ത ആളുടെ കൂടെ ഒരു സിനിമ ചെയ്യുന്നുണ്ട്. പിന്നെ കുമ്പളങ്ങി നൈറ്റ്സ് ചെയ്ത ആളുടെ കൂടെ വരണം.